ഇറാൻ ആക്രമണത്തെ തുടർന്ന് അടച്ച വ്യോമപാത തുറന്ന് ഖത്തർ. വിമാന സർവീസുകൾ ഭാഗികമായി പുനഃസ്ഥാപിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും യാത്രികരുടെ സുരക്ഷയാണ് പ്രധാനമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം ആക്രമണത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റ് സർവീസുകൾ നിർത്തിവെച്ച ഇന്ത്യൻ വിമാന കമ്പനികൾ ഇൻഡിഗോ, എയർ ഇന്ത്യ, അക്കാസ എയർ എന്നീ വിമാന കമ്പനികളാണ് ഗൾഫ് വിമാന സർവീസുകൾ നിർത്തിവെച്ചത്. നിരവധി സർവീസുകൾ വഴിതിരിച്ചുവിടുകയും ചെയ്തു. നിരവധി ഗൾഫ്, പശ്ചിമേഷ്യൻ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങൾ നിർത്തിവെച്ചതായി ഇൻഡിഗോ എക്സിൽ കുറിച്ചു. ഈ വിഷയത്തിൽ നയതന്ത്ര വിദഗ്ധൻ ടി പി ശ്രീനിവാസൻ പ്രതികരിക്കുന്നു. വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതുപക്ഷെ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് ഡൊണാൾഡ് ട്രംപ് തന്നെ അനൗൺസ് ചെയ്തതായിരുന്നു. അത് 24 മണിക്കൂറിനകം സമാധാനം സ്ഥാപിക്കപ്പെടും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ യുഎസിന്റെ ഉദ്ദേശം, ഏറ്റവും പ്രധാനമായ ഉദ്ദേശം ഇവരുടെ ആണവ ശേഷി നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്നതുകൊണ്ട് അത് സംഭവിച്ചതിന് ശേഷം യുദ്ധം തുടരേണ്ട ആവശ്യമില്ല എന്നായിരുന്നു അമേരിക്ക തീരുമാനം. അതേസമയം തന്നെ ഇസ്രായേലിനെയാണ് ഉപയോഗിച്ചിരുന്നത് മുമ്പ് ഈ ആക്രമണം നടത്തുന്നതിന്. ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇസ്രായേലും ഇറാനുമായിട്ടൊരു യുദ്ധം തന്നെ തുടങ്ങിയിരുന്നു. അത് ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടാക്കാനും അമേരിക്കയ്ക്ക് അവിടെ പോയി ബോംബ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ആയിരിക്കാം, ടാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അവയൊക്കെ. അപ്പൊ അതുകൊണ്ട് സാധിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു ഈ യുദ്ധം അവസാനിക്കണം. പക്ഷേ അതിന്റെ ഇറാന്റെ പ്രത്യാക്രമണം എത്രയാകും എന്നുള്ള ഒരു ആശങ്ക കൂടി ഉണ്ടായിരുന്നു. ആ ആശങ്ക വർദ്ധിച്ചത് ഗൾഫിലെ ചില രാജ്യങ്ങളിൽ അമേരിക്കൻ ബേസസിനെ അറ്റാക്ക് ചെയ്തു ഇറാൻ എന്നുള്ളതാണ്. എന്തായാലും വളരെ ആശ്വാസമായി. കുറെ വർഷത്തേക്കെങ്കിലും ഇറാന്റെ ആണവ ശേഷിയെ പറ്റിയുള്ള ലോകത്തിനുള്ള ആശങ്കകൾ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇസ്രായേലിന് നഷ്ടങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. എന്നാലും ഈ ഒരു കാര്യത്തിലായിരുന്നു ഈ യുദ്ധത്തിന്റെ പ്രധാന ഉദ്ദേശം നോക്കുമ്പോൾ ശരിക്കും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഈ യുദ്ധത്തിൽ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമുക്കെല്ലാം ആശ്വാസകരമായ കാര്യമാണ്.